ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, എന്തോന്നൊന്ന് വിളി കേട്ടേ? സന്തോഷമല്ലേ? സന്തോഷമായിട്ടിരിക്കുമ്പോൾ സാറിന് സന്തോഷം കേട്ടോ. ഈശോ നമ്മളെ ഒത്തിരി അനുഗ്രഹിച്ചു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു, ഉണർന്നിരിക്കുന്ന ഒരു ഈശോ നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. ഉണർന്നിരിക്കുന്ന ഒരു ഈശോ നമ്മുടെ ഹൃദയത്തിൽ വസിച്ചാൽ നമ്മുടെ ജീവിതം ശാന്തമാകും, സന്തോഷമാകും. നമ്മൾ പഠിച്ചു അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണർന്നിരിക്കുന്ന ഈശോ ഉണ്ടല്ലേ? ഈശോയോട് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം അല്ലേ? ഇന്നത്തെ ദിവസത്തെ ക്ലാസ് ആരംഭിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂട്ടിപ്പിടിച്ച് കണ്ണുകൾ അടച്ചു പിടിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഈശോയെ, അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അങ്ങ് ഉണർന്നിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും അങ്ങ് പ്രവർത്തിച്ചതായി ഞങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കുകയായിരുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ മധ്യസ്ഥം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. അമ്മ എപ്പോഴും ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നതിൽ, ഞങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഈശോയുടെ അടുത്ത് മധ്യസ്ഥം വഹിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഈ നിമിഷം ഞങ്ങൾ ഓരോരുത്തരും അയക്കണമേ. ഇന്ന് ഞങ്ങൾ പഠിക്കുവാൻ പോകുന്ന പാഠങ്ങൾ നല്ലവണ്ണം ഞങ്ങൾക്ക് മനസ്സിലാകുവാനും അതുവഴി ഈശോയെ കൂടുതൽ അനുഭവിക്കുവാനും ഞങ്ങൾക്ക് ഇടവരുത്തണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇരിക്കുക. സന്തോഷമായിട്ട് നിങ്ങൾ ഇരിക്കുമ്പോൾ സാറിന് എന്ത് സന്തോഷമാണെന്നറിയാവോ? എന്താ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കാൻ കാരണം? ഈശോ നമ്മുടെ ഹൃദയത്തിൽ വസിച്ച് നമ്മളെ കാത്തു പരിപാലിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പാഠത്തിൽ എന്താ പഠിച്ചത്? ദൈവിക മഹത്വം വെളിപ്പെടുത്തി ഈശോയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഈശോ അത്ഭുതങ്ങളിലൂടെ ദൈവിക മഹത്വം വെളിപ്പെടുത്തി. ഈശോയുടെ ആദ്യത്തെ അത്ഭുതം ഏതായിരുന്നു? ഓർക്കുന്നുണ്ടോ? മാത്യു പറയുന്നുണ്ടല്ലോ, കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കിയതല്ലേ? നമ്മൾ മറന്നു പോയിട്ടില്ല. മാത്യു മിടുക്കനാണ് കേട്ടോ. കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കിയതായിരുന്നു ഈശോയുടെ ഏറ്റവും ആദ്യത്തെ അത്ഭുതം അല്ലേ? കാനായിലെ കല്യാണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് സാറ് പറഞ്ഞായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അതാ ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ? പിന്നെ നമ്മൾ കടലിനെ ശാന്തമാക്കിയ ഈശോയെക്കുറിച്ച് പഠിച്ചു അല്ലേ? അപ്പം നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ ഈശോ ഉണർന്നിരുന്നാൽ എപ്പോഴും നമ്മുടെ ജീവിതം ശാന്തമാകും. അങ്ങനെ ഉണർന്നിരിക്കുന്ന ഒരു ഈശോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് സാറ് കഴിഞ്ഞ ആഴ്ച പഠിച്ചതല്ലേ? എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണർന്നിരിക്കുന്ന ഈശോ വന്നപ്പോൾ എന്ത് സന്തോഷമാണ്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം നല്ല ചിരിച്ച് മിടുക്കരായി, മാതാപിതാക്കൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളായി ഇരിക്കുന്നത്. അത് സാറിനറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം പാവികളെ തേടി വന്ന ഈശോയെക്കുറിച്ചാണ്. ആരെക്കുറിച്ചാ? പാവികളെ തേടി വന്ന ഈശോ. ഈശോ ലോകത്തിലേക്ക് വന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാ. നമുക്കറിയാം, സ്നാപക യോഹന്നാന് ഈശോ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ നടന്നു വരുന്നത് കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അല്ലേ? ഈശോ ലോകത്തിലേക്ക് വന്നത് പാപികളെ തേടിയാ. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സന്തോഷമല്ലേ? അപ്പോൾ ഈ പാപികളെ തേടി വന്ന ഈശോ എങ്ങനെയാണ് പാപികളെ തേടി വന്നതിനെക്കുറിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ വളരെ മനോഹരമായ ഒരു ഉപമയിലൂടെ ഈശോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. നിങ്ങൾക്കറിയാവോ ആ ഉപമ ഏതാണ്? സുവിശേഷത്തിൽ ഏറ്റവും ഹൃദയസ്പർശിയായ ഉപമയാണത് കേട്ടോ. ധൂർത്തപുത്രൻ്റെ ഉപമ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഉണ്ടല്ലേ? നമുക്ക് ബൈബിളിൽ നിന്നും വളരെ ഭക്തിയോടെയും വളരെ ശ്രദ്ധയോടെയും ആ ഉപമ ഒന്നോടെ കേൾക്കാം. നമ്മളോട് ഓരോരുത്തരോടുമാണ് ഈശോ ഈ ഉപമ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഈശോ ഈ ഉപമയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇരിക്കണം കേട്ടോ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 15-11 മുതലുള്ള തിരുവചനങ്ങളാണ്. അവൻ പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ച് കളഞ്ഞു. അവനെല്ലാം ചിലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്തൊരു കഠിന ക്ഷാമമുണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു.
പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കുവാൻ അവൻ ആശിച്ചു. പക്ഷെ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിൻ്റെ ദാസരിലൊരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവൻ്റെ കൈയിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. പ്രിയപ്പെട്ട കുട്ടികളെ, എത്രയോ സുന്ദരമായ മനോഹരമായ ദൈവപിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഈശോ നമ്മോട് പറഞ്ഞ ഒരു ഉപമയാണ് നമ്മൾ വായിച്ചു കേട്ടതല്ലേ? നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, എത്ര സുന്ദരമാണെന്ന്. യേശു തുടർന്ന് പറഞ്ഞത്, 2 പുത്രന്മാരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവരിൽ ഇളയ മകൻ പിതാവിനോട്, അപ്പാ, സ്വത്തിൽ എനിക്ക് അവകാശപ്പെട്ട വീതം തരണം എന്ന് പറഞ്ഞു. അയാൾ തന്റെ വസ്തുവകകൾ മക്കൾക്ക് വീതം വെച്ച് കൊടുത്തു. ദിവസങ്ങളേറെ കഴിയും മുമ്പേ ഇളയ മകൻ തനിക്കുള്ളതെല്ലാം പണമാക്കി മാറ്റി ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ കുത്തഴിഞ്ഞ ജീവിതം നയിച്ച് തനിക്കുള്ളതെല്ലാം ദൂർത്തടിച്ചു. അവന്റെ കയ്യിലുള്ളതെല്ലാം ചെലവായി പോയ ശേഷം ആ ദേശത്തെല്ലായിടത്തും കഠിന ക്ഷാമമുണ്ടായി. അവന്റെ കൈവശം ഒന്നുമില്ലാതെയായി. ആ ദേശനിവാസിയായ ഒരു മനുഷ്യന്റെ അടുക്കൽ ചെന്ന് യാചിച്ചപ്പോൾ അയാൾ തന്റെ പന്നികളെ മേയ്ക്കാൻ അവനെ വയലിലേക്ക് അയച്ചു. പന്നികൾക്കുള്ള തീറ്റ കൊണ്ടെങ്കിലും വയറു നിറയ്ക്കാൻ അയാൾ കൊതിച്ചുപോയി. എന്നാൽ അവൻ ആരും ഒന്നും ഭക്ഷിക്കാൻ കൊടുത്തില്ല. അപ്പോൾ അവന് ബോധം തെളിഞ്ഞു. എന്റെ പിതാവിന്റെ എത്രയോ വേലക്കാർ മൃഷ്ടാന്ന ഭോജനം കഴിഞ്ഞ് ബാക്കി വെക്കുന്നു, ഞാനോ ഇവിടെ പട്ടിണി കിടന്ന് മരിക്കാൻ തുടങ്ങുന്നു. ഞാൻ പുറപ്പെട്ട് എന്റെ പിതാവിന്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് പിതാവിനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും അപ്പയോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി അപ്പയുടെ മകൻ എന്ന പേരിന് ഞാൻ അർഹനല്ല. ഇവിടുത്തെ കൂലി വേലക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ സ്വീകരിക്കണമേ എന്ന് പറയും. അങ്ങനെ അയാൾ എഴുന്നേറ്റ് തന്റെ പിതാവിന്റെ അടുത്തേക്ക് യാത്രയായി. വളരെ ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവനോട് സഹതാപം തോന്നി. അദ്ദേഹം ഓടിച്ചെന്ന് അവനെ ആലിംഗനം ചെയ്ത് ചുംബിച്ചു. ആ മകൻ അദ്ദേഹത്തോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും അപ്പയോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി അപ്പയുടെ മകൻ എന്ന പേരിന് ഞാൻ അർഹനല്ല എന്ന് പറഞ്ഞു. എന്നാൽ ആ പിതാവ് തന്റെ ഭൃത്യന്മാരോട്, വേഗം ഏറ്റവും നല്ല വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുക. ഇവന്റെ വിരലിൽ മോതിരം അണിയിക്കുക, കാലിൽ ചെരുപ്പിടുവിക്കുക. വിശേഷ ദിവസങ്ങൾക്കായി വളർത്തിക്കൊണ്ടുവന്ന കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറക്കുക. നമുക്ക് വിരുന്ന് കഴിച്ച് ആഘോഷിക്കാം. എന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചിരിക്കുന്നു. ഇവൻ നഷ്ടപ്പെട്ടവനായിരുന്നു, എനിക്കിവനെ തിരികെ കിട്ടിയിരിക്കുന്നു. അങ്ങനെ അവരുടെ ആഘോഷം തുടങ്ങി. എന്നാൽ ഇതെല്ലാം സംഭവിച്ചപ്പോൾ മൂത്ത മകൻ വയലിൽ ആയിരുന്നു. അയാൾ വീടിനോട് അടുത്ത് വന്നപ്പോൾ നൃത്തത്തിന്റെയും സംഗീതത്തിന്റെയും ഘോഷം കേട്ടു. അയാൾ വേലക്കാരിൽ ഒരാളെ വിളിച്ച് എന്താണ് അവിടെ നടക്കുന്നതെന്ന് അന്വേഷിച്ചു. താങ്കളുടെ സഹോദരൻ വന്നിരിക്കുന്നു, അയാൾ സസുഖം മടങ്ങിയെത്തിയതുകൊണ്ട് അങ്ങയുടെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ അർത്തിരിക്കുന്നു എന്ന് ആ വേലക്കാരൻ ഉത്തരം പറഞ്ഞു. അപ്പോൾ മൂത്ത മകൻ കോപം പൂണ്ട് വീട്ടിനുള്ളിലേക്ക് കടക്കാൻ പോലും വിസമ്മതിച്ചു. പിതാവ് പുറത്തു ചെന്ന് അവനോട് കേണപേക്ഷിച്ചെങ്കിലും അയാൾ പിതാവിനോട് ഇങ്ങനെ പറഞ്ഞു, നോക്കൂ, ഇത്രയും വർഷങ്ങളായി ഞാൻ അപ്പന് അടിമപ്പണി ചെയ്യുകയായിരുന്നു. ഒരിക്കൽ പോലും അപ്പയുടെ ആജ്ഞകൾ അനുസരിക്കാതിരുന്നിട്ടില്ല. എങ്കിലും എന്റെ കൂട്ടുകാരോട് ആഘോഷിക്കാൻ ഒരിക്കലെങ്കിലും അപ്പ എനിക്കൊരു കുട്ടിയാടിനെ തന്നിട്ടില്ലല്ലോ. എന്നാൽ വേശ്യമാരോട് കൂടെ അപ്പയുടെ സമ്പാദ്യമെല്ലാം തുലച്ചു കളഞ്ഞ
അങ്ങയുടെ ഈ മകൻ വീട്ടിൽ വന്നപ്പോൾ കൊഴുത്ത കാളക്കുട്ടിയെ അവനു വേണ്ടി അർത്തിരിക്കുന്നല്ലോ. അപ്പോൾ പിതാവ്, മോനെ, നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതല്ലേ, നാം ആനന്ദിക്കുകയും ആഘോഷിക്കുകയുമല്ലേ വേണ്ടത്? കാരണം നിന്റെ ഈ സഹോദരൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചിരിക്കുന്നു, ഇവൻ നഷ്ടപ്പെട്ടവനായിരുന്നു, ഇപ്പോൾ തിരികെ കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ വീഡിയോ കണ്ടോ? കണ്ടു. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അറിയാം അല്ലേ? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ ഇളയവന് അപ്പനോട് പറയുകയാണ്, എൻ്റെ സ്വത്തിൻ്റെ ഓഹരിയൊക്കെ എനിക്ക് തന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ഓഹരിയൊക്കെ മേടിച്ച് ഈ അപ്പനിൽ നിന്ന് അകന്നുപോയി എന്ത് ചെയ്തു? യഹൂദന്മാർക്ക് ഏറ്റവും നികൃഷ്ടമായ ജീവിയായിരുന്നു കേട്ടോ പന്നി. നിങ്ങൾ വീഡിയോയിൽ കണ്ടു, പന്നി ഇങ്ങനെ വന്നല്ലേ അല്ലേ? ഈ പന്നികളുടെ കൂട്ടത്തിൽ പോയി പന്നികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ജോലി അവന് കിട്ടിയത് അവസാനം. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവിടെ ഒരു വലിയ ക്ഷാമം ഉണ്ടാവുകയാണ്, വലിയ ദാരിദ്ര്യമുണ്ടായി. അപ്പോൾ അവൻ ആഗ്രഹിക്കുക, ഈ പന്നിക്ക് കിട്ടിയിരുന്ന തവിടെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവൻ ആശിച്ചു. പക്ഷെ അതുപോലും അവന് കിട്ടിയില്ല. വിശന്ന് അവശനായിരിക്കുമ്പോൾ അവൻ തീരുമാനിക്കുക, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ദാസന്മാർ പണിക്കാരൊക്കെ എത്രയോ സുഭിക്ഷമായിട്ടാണ് ജീവിക്കുന്നത്, എനിക്ക് ഈ പന്നികൾക്ക് കൊടുക്കുന്ന തവിട് പോലും ഭക്ഷിക്കാൻ കിട്ടുന്നില്ല. അവൻ ദുഃഖിച്ചെങ്ങനെ ഇരിക്കുമ്പോൾ അവന് പെട്ടെന്ന് സുബോധമുണ്ടാവുകയാണ്. പെട്ടെന്നൊരു മനസ്സിലൊരു ബോധ്യമുണ്ടാകുകയാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. എന്താ പറഞ്ഞേ? ഞാൻ എഴുന്നേക്കും, എന്നിട്ട് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് പിതാവിനോട് അടുത്ത് ചെന്നിട്ട് പറയും, പിതാവേ, നിനക്കെതിരായും സ്വർഗത്തിനെതിരായും, നിനക്കെതിരായും അവൻ പറഞ്ഞു, പിതാവേ, നിനക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു പോയി. നിന്റെ പുത്രൻ എന്നെ വിളിക്കപ്പെടാൻ ഞാനിനി യോഗ്യനല്ല. നിന്റെ ഒരു ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ എന്ന് അവൻ പിതാവിനോട് പറയാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. മകനായിട്ടൊന്നും സ്വീകരിക്കണ്ട, ആരായിട്ട് സ്വീകരിക്കണം? ദാസരിൽ ഒരു പണിക്കാരനായിട്ട് എന്നെ സ്വീകരിച്ച് എനിക്ക് ഭക്ഷണമൊക്കെ തന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഈ ഇളയ പുത്രൻ പതുക്കി ആ പന്നിക്കൂട്ടിൽ നിന്ന് എഴുന്നേറ്റ് ആരുടെ അടുത്തേക്ക് പോയി? പിതാവിൻ്റെ അടുത്തേക്ക് പോയി. പിതാവുണ്ടല്ലോ, അവനെ കാണാഞ്ഞിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ വഴിയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും. എൻ്റെ മകൻ വരുന്നുണ്ടോ നോക്കി. മകൻ പോയിട്ട് പിതാവിന് വലിയ വിഷമമാണ് കേട്ടോ. ഈ പിതാവ് എല്ലാ ദിവസവും ഈ മകനെ നോക്കി ഈ വഴിയിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കും. ഒരു ദിവസം പിതാവ് ഇങ്ങനെ നോക്കി ഇരിക്കുമ്പോൾ ഉണ്ട് ഇളയ പുത്രൻ പതുക്കെ അവശനായി കീറി പറഞ്ഞ വസ്ത്രമൊക്കെ ഇട്ട്, മുഷിഞ്ഞ വസ്ത്രമൊക്കെ ഇട്ട്, തലമുടിയെല്ലാം നീട്ടി, താടിയൊക്കെ നീട്ടി അവശനായി ഇങ്ങ് വരുന്നുണ്ട്. പിതാവിന് ആദ്യം തോന്നിയത് എൻ്റെ മകനല്ലേ. അടുത്തെത്തിയപ്പോഴാണ് പിതാവിന് മനസ്സിലാകുന്നത് ഇത് എൻ്റെ ഇളയ പുത്രനാണ്. പിതാവ് ഓടി ചെന്നിട്ട് ഈ മകനെ ഇങ്ങനെ കെട്ടി ഇങ്ങ് പിടിച്ചു, മാറോട് ചേർത്ത് പിടിച്ചിട്ട് മാറി മാറി 2 കവിളിലും ഉമ്മ കൊടുത്തു. എന്തൊരു സന്തോഷമല്ലേ ആ പിതാവിന്! എന്തോരു സന്തോഷമായിരിക്കും. അനുതപിക്കുന്ന പാവികളോട് ദൈവം കാണിക്കുന്ന അതിരൊറ്റ കാരുണ്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ ഈ ഉപമ നമ്മളോട് അരുളി ചെയ്തത് കേട്ടോ. ആരാ? പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ ഈ ഉപമ നമ്മളോട് അരുളി ചെയ്തത്. അതുകൊണ്ടാണ് സാർ ആദ്യം പറഞ്ഞത്, സുവിശേഷത്തിൽ ഏറ്റവും ഹൃദയസ്പർശിയായ ഈശോ പറഞ്ഞ ഉപമകളിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഉപമയാണ് ധൂർത്തപുത്രൻ്റെ ഉപമ എന്ന് പറയുന്നത്. ആ പിതാവ് കെട്ടിപ്പിടിച്ച് മാറോട് ചേർത്തു. ഈ ഉപമയിലൂടെ ഈശോ നമുക്ക് വെളിവാക്കി തരുന്ന 1-2 കാര്യങ്ങളുണ്ട്. പാവികളുടെ തിരിച്ചുവരവിനെ ക്ഷമയോടെ കാത്തിരിക്കുന്ന നല്ല പിതാവാണ്. അനുതപിക്കുന്ന പാവികളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന നല്ല പിതാവാണ് ആര്? നമ്മുടെ ദൈവം. നമുക്കറിയാം, ഇളയ മകന് സുഭിക്ഷമായിട്ട് ജീവിച്ചവനാ അല്ലേ? സുഭിക്ഷമായിട്ട് ജീവിച്ച ഈ ഇളയ മകന് എന്ത് സംഭവിച്ചു? ഒരു ദിവസം പിതാവിൽ നിന്നും അകന്നുപോയി പന്നിക്കൂട്ടിൽ അവൻ ചെന്ന് പെട്ടതല്ലേ? പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മളും ദൈവപിതാവിനോടൊത്തും ഈശോയോടൊത്തും ആയിരിക്കുമ്പോൾ വലിയ സന്തോഷമാണ്. അവരുടെ വീട്ടിലെ പോലെ, ധൂർത്തപുത്രൻ്റെ വീട്ടിലെ പോലെ, ആദ്യത്തെ പോലെ വലിയ സന്തോഷമാണ്. പക്ഷേ നമ്മൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഇവനെ പോലെ പന്നിക്കൂട്ടിൽ നമ്മളും പെടുകയാണ്. പന്നിക്കൂട്ടിലായി പോവുക. പിതാവുമായിട്ട് ഒരു ബന്ധവുമില്ല, ദൈവപിതാവുമായിട്ട് ഈശോയായിട്ട് ഒരു ബന്ധവുമില്ല. നമ്മളും പന്നിക്കൂട്ടിൽ ഈ പന്നികളെയൊക്കെ മേയിച്ച് തവിട് നിന്ന് ജീവിക്കുന്നത് പോലെ നമ്മളും ജീവിക്കുന്നു. പക്ഷേ നമ്മൾ അനുതപിച്ച്
ദൈവപിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ദൈവപിതാവിൻ്റെ സ്നേഹം എന്താ? നമ്മളെ മാറോട് ചേർക്കുന്ന ദൈവമാ, അല്ലേ? നമ്മളെ മാറോട് ചേർത്ത് പിടിക്കുന്ന ദൈവപിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ പാപം ചെയ്യുമ്പോൾ ഈശോയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. എങ്ങനെയാണ് ചെല്ലുന്നത്? അന്നമ്മ പറഞ്ഞു. എങ്ങനെയാ അന്നമ്മേ? കുമ്പസാരത്തിലൂടെ, അനുരഞ്ജന കുദാശയിലൂടെ നമ്മൾ പാപം ചെയ്താൽ നമ്മൾ അനുരഞ്ജന കുദാശയിലൂടെ ദൈവപിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലണം. എങ്ങനെയുള്ള അനുരഞ്ജന കുദാശ സ്വീകരിക്കണം? അതിന് ചില ക്രമങ്ങളൊക്കെ ഉണ്ടല്ലേ. അത് ഈ ഇളയ മകൻ കാണിക്കുകയാണ്. അവന് സുബോധമുണ്ടായി, അവൻ എഴുന്നേറ്റു. അവൻ എന്നിട്ട് പറഞ്ഞു പിതാവിൻ്റെ അടുത്തേക്ക് എന്നിട്ട് പിതാവിനോട് എന്ത് പറയുമെന്ന് പറഞ്ഞു? പിതാവേ, നിനക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു. ഇങ്ങനെ ചില ക്രമങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ആദ്യ കുർബാന സ്വീകരിച്ചപ്പം പഠിച്ചിട്ടുണ്ട്. മക്കൾ ഓർക്കുന്നുണ്ടോ? ഉണ്ടല്ലേ. എന്താ? പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുന്നത്, പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നത്, മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നത്, ചെയ്തു പോയ മാരകപാപം വൈദികനെ അറിയിക്കുന്നത്, വൈദികൻ കൽപ്പിക്കുന്ന പ്രാശ്ചിത്തം ചെയ്യുന്നത്. ഇങ്ങനെ ഈ ക്രമത്തിലൂടെ നമ്മൾ അനുരഞ്ജന കുദാശ സ്വീകരിക്കുമ്പോൾ ഈ ദൈവപിതാവ് നമ്മളെ മാറോട് ചേർത്ത് പിടിക്കും. നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് നമ്മളെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരനുഭവം നമുക്കുണ്ടാകും. അതുകൊണ്ട് എൻ്റെ എല്ലാ കുഞ്ഞു മക്കളും എപ്പോഴെങ്കിലും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ അനുരഞ്ജന കുദാശ സ്വീകരിക്കണം. അനുരഞ്ജന കുദാശ സ്വീകരിച്ച് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തിരിച്ചു വന്നപ്പോൾ പിതാവ് പറയുന്നു, ആഹ്ലാദിക്കുക. നിങ്ങൾ കാളക്കുട്ടിയെ കൊല്ലാൻ പറഞ്ഞു, മോതിരമണിയിക്കാൻ പറഞ്ഞു, ചെരിപ്പണിയിക്കാൻ പറഞ്ഞു. അങ്ങനെ വലിയൊരു ആഹ്ലാദമാണ്. നമ്മളെക്കുറിച്ചും നമ്മൾ അനുരഞ്ജന കുദാശ സ്വീകരിച്ച് ദൈവപിതാവിൻ്റെ അടുത്ത് എത്തുമ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകുമെന്നാണ് ഈശോ പറയുന്നത്. ഈ രണ്ടാമത് ഒരു കാര്യം നമ്മളോട് പറയുന്നത് നല്ല ഇടയൻ്റെ ഉപമയാണ്. നല്ല ഇടയൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കെല്ലാവർക്കും നോക്കിയേ, എന്താണ്? ഈശോ തോളിൽ ഒരു ആടിനെയൊക്കെ വെച്ച് വരുന്ന ചിത്രം നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും വരും, അല്ലേ? വരികയല്ലേ? നമ്മളിതൊന്ന് കണ്ടു നോക്കിയ, ഒരു വീഡിയോ കണ്ടു നോക്കിയ. നഷ്ടപ്പെട്ട ആടിൻ്റെ ഉപമയെക്കുറിച്ചാണ് ഈശോ നമ്മളോട് പറയുന്നത്. ഈ നഷ്ടപ്പെട്ട ആടിൻ്റെ ഉപമയെക്കുറിച്ച് പറയുന്ന വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടേ എന്ന് വിമർശിച്ചു. അപ്പോൾ യേശു അവരോട് ഈ സാദൃശ്യ കഥ പറഞ്ഞു. നിങ്ങളിൽ 100 ആടുകളുള്ള ഒരാൾ അവയിൽ ഒന്ന് കാണാതെ പോയാൽ അയാൾ 99 വിജനപ്രദേശത്ത് വിട്ടിട്ട് നഷ്ടമായതിനെ കണ്ടെത്തുന്നതുവരെ അന്വേഷിച്ചു പോകുകയില്ലേ? കണ്ടെത്തുമ്പോൾ അയാൾ അതിനെ ആനന്ദത്തോടെ തോളിലേറ്റി ഭവനത്തിലേക്ക് മടങ്ങും. പിന്നെ അയാൾ സ്നേഹിതരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി അവരോട്, എന്നോടുകൂടി ആനന്ദിക്കുക, എന്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറയും. കണ്ടു അല്ലേ? ഈശോ തോളിലേറ്റി, നല്ല ഇടയൻ ഒരാടിനെ തോളിലേറ്റി വരുന്നതാണല്ലേ. ഈ ഊമയെക്കുറിച്ച് പറയുമ്പോൾ സാറിന് എപ്പോഴും ഒരു പാട്ട് ഓർമ്മ വരുന്നുണ്ട്. നിങ്ങൾക്കും അറിയാവുന്ന പാട്ടാ. ആടുകൾ 100 കാടുകൾ വീടാക്കുമാട്ടിടയൻ, മേച്ചിൽ പുറം വിട്ടിട്ടാലയിൽ വന്നപ്പോൾ കണ്ടില്ലൊരാടിനെ ആരാവിൽ. ഉള്ളു നുറുങ്ങി കരഞ്ഞു, പാവം കണ്ണു കലങ്ങി തിരഞ്ഞു, കുഞ്ഞേ കുഞ്ഞേ എന്നു വിളിച്ചു. നിങ്ങൾക്കറിയത്തില്ലേ ആ പാട്ട്? ഇടയന് 100 ആടുകളുണ്ടായിരുന്നു. അവൻ സമ്പന്നനാ. 100 ആടുകളുള്ള ഒരു ഇടയനുണ്ടായിരുന്നു. അവൻ ഒരു ദിവസം ആടിനെ മേയ്ക്കാൻ വേണ്ടിയിട്ട് പോയി. വൈകുന്നേരമായപ്പോൾ ആടിനെല്ലാം ഇങ്ങനെ 1 2 1 2 3 നല്ല എണ്ണി നോക്കിയപ്പോൾ ഒരാടിനെ കാണുന്നില്ല. ഇടയനാകെ വിഷമമായി. ഇടയൻ 99 ആടിനെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയ ഒരു ആടിനെ അന്വേഷിച്ച് പോകുകയാണ്. നമുക്കറിയാം എന്തൊരു ഇടയനാണെന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടല്ലേ. 99 ആടിനെ വെറുതെ വിടുകയാണ്. ചെന്നായി വരുമെന്നോ ഒരു അലഞ്ഞു പോകുമെന്നോ ഒരു ചിന്തയും ഈ ഇടയനില്ല. ഒരു ആടിനെ അന്വേഷിച്ച്, നഷ്ടപ്പെട്ടു പോയ ഒരു ആടിനെ അന്വേഷിച്ച് ഇടയൻ പോകുകയാണ്. അപ്പോൾ നമുക്കറിയാം ഈ ആട് മുള്ളുകൾക്കിടയിൽ ഉടക്കി കിടക്കുന്ന ആടിനെ കാണുക. കുഞ്ഞേ കുഞ്ഞേ എന്നും വിളിച്ചുകൊണ്ടാണ് ഈ ഇടയൻ പോകുന്നത്. ഇടയൻ്റെ സ്വരം എപ്പോഴും ആടുകൾ തിരിച്ചറിയുന്നതാ. പക്ഷേ എന്ത് സംഭവിച്ചു? ഈ ഇടയൻ്റെ സ്വരം തിരിച്ചറിയാൻ
ആ ആടിന് സാധിച്ചില്ല. അവൻ മുള്ളുകൾക്കിടയിൽ കുമ്പടക്കി കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ മുള്ളുകൾക്കിടയിൽ ചെന്ന് ഈ ആടിനെ എടുത്ത് തോളിൽ വെച്ച് കൊണ്ടുവരുന്ന നല്ലൊരു ഇടയൻ്റെ ചിത്രമാണ് ഈശോ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഈശോ പറയുക. എത്ര സുന്ദരമായ വാക്കാന്ന് നോക്കി. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. ഒരു പാപി അനുതപിച്ച് ദൈവത്തിന് പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സ്വർഗത്തിലുണ്ടാകുന്ന സന്തോഷം എത്രയോ വലുതാണെന്ന് ഈശോ നമ്മളെ കാണിക്കുക. അടുത്തതായിട്ട് ഈശോ നമ്മളോട് പറയുന്നത് കാണാതെ പോയ നാണയത്തിൻ്റെ ഊമയെക്കുറിച്ചാണ്. നോക്കിക്കേ, ആ വീഡിയോയിലൊന്ന് നോക്കുക. 10 വെള്ളി നാണയങ്ങളുള്ള ഒരു സ്ത്രീ തന്റെ ഒരു നാണയം കാണാതെ പോയാൽ അത് കണ്ടു കിട്ടുന്നത് വരെ വിളക്കു കത്തിച്ച് വീട് അടിച്ചു വാരി വളരെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയില്ലേ? അത് കണ്ടു കിട്ടുമ്പോൾ അവൾ കൂട്ടുകാരികളെയും അയൽക്കാരികളെയും വിളിച്ചുകൂട്ടി, എന്നോടുകൂടെ ആനന്ദിക്കുക, നഷ്ടപ്പെട്ടു പോയ എന്റെ വെള്ളി നാണയം ഇതാ കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറയും. പാവപ്പെട്ട സ്ത്രീ ആയിരുന്നു അല്ലേ? 10 നാണയം ഉണ്ടായിരുന്നത്. ഈ 10 നാണയത്തിൽ ഒരു നാണയം പോയപ്പോൾ എത്രയോ സങ്കടത്തോടു കൂടിയാ ആ സ്ത്രീ ആ നാണയത്തെ അന്വേഷിക്കുന്നത്. ഒരു വിളക്കുമായിട്ട് കുറേ സമയങ്ങൾ ഇങ്ങനെ പരതുകയാണ്. അവസാനം ആ നാണയം കണ്ടു കിട്ടി കഴിയുമ്പോൾ എത്രയോ സന്തോഷമായ സ്ത്രീക്ക് ആ മുഖത്ത് നമ്മൾ കണ്ടില്ലേ? എന്ത് സന്തോഷമാണ്! അയൽക്കാരെയെല്ലാം വിളിച്ചു കൂട്ടി ആഹ്ലാദിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് നമ്മൾ കണ്ടതല്ലേ? ഇങ്ങനെ ഈശോ ഈ പാഠത്തിലൂടെ നമ്മളോട് പറയുന്നത് ഓരോ പാപികളും അനുതപിച്ച് ദൈവപിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സ്വർഗത്തിലുണ്ടാകുന്ന സന്തോഷത്തെക്കുറിച്ചാണ്. നമ്മൾ ആദ്യത്തെ ഊമയിൽ കണ്ടു, ദൈവപിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന മകൻ, പശ്ചാത്തപിച്ച് ചെല്ലുന്ന മകനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചതല്ലേ? രണ്ടാമത്തെ എന്താണ്? ഈശോ നഷ്ടപ്പെട്ടു പോയ ആടിനെ അന്വേഷിച്ചിറങ്ങുന്ന ആ ഒരു ഉപമയാണ് നമ്മൾ പഠിച്ചതല്ലേ? നല്ല ഇടയൻ്റെ ഉപമ. മൂന്നാമത് നാണയത്തിൻ്റെ ഉപമ, കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമ. നമ്മുടെ പാപാവസ്ഥയിൽ ഏതവസ്ഥയിൽ നമ്മളായിരുന്നാലും ഈശോ നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചും നമ്മൾ അനുദപിച്ച് ഈശോയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈശോയ്ക്ക് വലിയ സന്തോഷമാകും. ദൈവപിതാവ് സ്വർഗത്തിൽ ഒത്തിരിയധികം സന്തോഷിക്കുമെന്നാണ് ഈശോ നമ്മളെ ഈ പാഠത്തിലൂടെ പഠിപ്പിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായല്ലേ? ഇനി സാറ് വഴി കാട്ടാൻ ഒരു തിരുവചനം നിങ്ങളോട് പറയുക, മറക്കാതെ പഠിക്കണം കേട്ടോ. സാറ് ഇതിനു മുമ്പ് ഈ പാഠത്തിൽ നിങ്ങളോട് പറഞ്ഞ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാവിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. ലൂക്കാ 15:7 എല്ലാവരും ഒന്ന് പറഞ്ഞേ. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാവിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. നമ്മൾ അനുരഞ്ജന കുദാശ സ്വീകരിച്ച് കുമ്പസാരം സ്വീകരിച്ചങ്ങ് ചെല്ലുമ്പോൾ സ്വർഗത്തിലുണ്ടാകുന്ന സന്തോഷത്തെക്കുറിച്ചാണ് ഈശോ നമ്മളോട് പറയുന്നല്ലേ? ഇനി നമ്മുടെ പാഠത്തിൻ്റെ പുറകുഭാഗത്ത് 3 ചോദ്യോത്തരങ്ങളുണ്ട് സാർ ഈ പഠിപ്പിച്ചതിൽ. എന്താ? അനുതാപചിത്തനായി തീർന്ന ധൂർത്തപുത്രൻ തീരുമാനിച്ചത് എന്താ? ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും, എന്നിട്ട് പിതാവിനോട് പറയും, പിതാവേ, നിനക്കെതിരായി സ്വർഗത്തിനെതിരായി ഞാൻ പാപം ചെയ്തു, നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല, എൻ്റെ ദാസനിലൊരുവനായി എന്നെ സ്വീകരിക്കണമെന്ന്. ബാക്കി 2 ചോദ്യങ്ങളുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതണം. എന്നിട്ട് നിങ്ങളുടെ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം. കഴിഞ്ഞ ആഴ്ചത്തെ എല്ലാം നിങ്ങൾ അയച്ചല്ലോ അല്ലേ? മിടുക്കര് പിള്ളേരാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അയക്കണം. പിന്നെ നമ്മളൊരു തീരുമാനം എടുക്കണം. ഇന്നൊരു തീരുമാനം എടുക്കണം. നമ്മൾ പാപത്തിൽ വീണു പോയാൽ അപ്പോൾ തന്നെ നമ്മൾ എത്രയും വേഗം അനുരഞ്ജന കുദാശ സ്വീകരിക്കണം. നമ്മൾ അനുരഞ്ജന കുദാശ സ്വീകരിക്കുമ്പോൾ ദൈവപിതാവ് എത്രമാത്രം സന്തോഷിക്കുന്നുവെന്ന് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചല്ലേ? അതുകൊണ്ട് എപ്പോഴെങ്കിലും പാപം ചെയ്ത് നമ്മൾ ഈശോയിൽ നിന്ന് അകന്നു എന്ന് തോന്നിയാൽ അപ്പോൾ നമ്മൾ അനുരഞ്ജന കുദാശ സ്വീകരിക്കണം. എല്ലാവരും സ്വീകരിക്കുകയല്ലേ? സ്വീകരിക്കും. മിടുക്കര് പിള്ളേരാ. അപ്പോൾ പാപം ചെയ്യുമ്പോൾ എല്ലാം കുമ്പസാരിക്കണം. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളായി തീരണം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ ഈ പാഠത്തിലൂടെ പഠിക്കുകയായിരുന്നു. ഞങ്ങൾ പലപ്പോഴും പാപം ചെയ്ത് അങ്ങിൽ നിന്ന് അകന്നു പോയപ്പോൾ അങ്ങ് എത്രമാത്രം വേദനിച്ചുവെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഈശോയെ, ഞങ്ങൾ പാപം ചെയ്ത് അങ്ങിൽ നിന്ന് അകന്നു പോകുമ്പോൾ വലിയ മനസ്താപത്തോടുകൂടി അനുരഞ്ജന കുദാശ സ്വീകരിക്കുകയും ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മകനായി മകളായി ഞങ്ങൾ ഓരോരുത്തരും വളർന്നു വരുന്നതിന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ.
അമ്മേ മാതാവേ, സകല വിശുദ്ധരെ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കളെ, അനുചന്ദന കുദാശ സ്വീകരിക്കണം. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കളായി എൻ്റെ മക്കൾ ഓരോരുത്തരും വളരണം. അങ്ങനെ നമ്മുടെ ലക്ഷ്യമായ സ്വർഗരാജ്യത്തിൽ നമുക്ക് എത്തിച്ചേരണം. അതിന് ഈശോ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.